السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين. اللهم صل وسلم وبارك على سيدنا ونبينا ومصطفى محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني يا كريم يا رحيم يا الله. ഏറ്റവും സ്നേഹവും ആദരവുകളും നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ പവിത്രമായ റമളാൻ നമ്മോട് വിട പറയുകയാണ്. നമ്മളിലേക്ക് കടന്നു വന്ന ഒരു അതിഥി കൂടിയാണ് വിശുദ്ധമായ റമളാൻ. ഓർക്കണം, ആ അതിഥിയെ നാം സൽക്കരിച്ചത് എങ്ങനെയാണെന്നും നാം ചിന്തിക്കണം. ഈ പവിത്രമായ വിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് ആഗതമായപ്പോൾ നാം എല്ലാവരും സന്തോഷിച്ചു, അല്ലേ? നല്ലൊരു പൂക്കാലം വന്നണഞ്ഞു, നല്ലൊരു അസുലഭം വന്നണിഞ്ഞു. ഒരുപാട് നന്മകൾ വാരിയെടുക്കാൻ പറ്റുന്ന, നല്ല സമ്മാനങ്ങൾ കൊയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു അവസരം നമുക്ക് വന്നെത്തിപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ നാം സന്തോഷിക്കുകയാണ്. ഇപ്പോൾ നാം ദുഃഖിക്കുകയാണ്. എന്താ? നമ്മളിലേക്ക് വന്നണഞ്ഞ അതിഥി നമ്മെ വിട്ട് പിരിഞ്ഞു പോകുകയാണ്. അടുത്ത വർഷം ആരുണ്ടാകും? വിശുദ്ധമായ ഈ അതിഥി നമ്മൾ കൂടെ ഉണ്ടാകും. പക്ഷെ നമ്മളുണ്ടാവുമോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. ഒരുപാട് കാലം വിശുദ്ധമായ റമളാനെ വരവേൽക്കാനും അതുപോലെ നോമ്പനുഷ്ഠിക്കാനും ഒരുപാട് സകാത്തുകളും സദഖകളും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ റബ്ബ് തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് അടുത്ത് നമ്മൾ ഒരുപാട് ഇബാദത്തുകളൊക്കെ ചെയ്തു, ഒരുപാട് നിസ്കരിച്ചു. നാം ചിന്തിക്കേണ്ടത്, കഴിഞ്ഞ റമളാനിൽ നാം എന്താണ് ചെയ്തു കൂട്ടിയത്? എത്ര സൽക്കർമ്മങ്ങൾ ചെയ്തു, എത്ര ഖതം ഓതി, എത്ര തസ്ബീഹ് നിസ്കരിച്ചു, എത്ര തഹജ്ജുദ് നിസ്കരിച്ചു, എത്ര സുന്നത്തുകൾ നിർവഹിച്ചു, എത്ര ഖുർആൻ പാരായണം ചെയ്തു, എത്ര ദിക്റുകൾ ചൊല്ലി. അതിനേക്കായും ഇരട്ടിയായി ഈ മാസം ഈ വർഷം നമ്മൾ ചെയ്താണ്. ഓരോ വർഷം നോമ്പ് നമ്മളിലേക്ക് എത്തുമ്പോഴും അതനുസരിച്ച് നമ്മൾ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കണം. നാം പുറകോട്ടാണ് പോകുന്നത്, നാം പുറകോട്ടാണ് ഗമിക്കുന്നത്. വിശുദ്ധമായ റമളാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ റമളാനിലെ 27-ാം ദിവസമാണ്, 27. ഇതിൻ്റെയൊക്കെ പ്രതിഫലം അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അസ്സലാമു അലൈക യാ ശഹ്റു റമളാൻ, അസ്സലാമു അലൈക യാ ശഹ്റുൽ ബറകതി വർ-റിദ്വാൻ. അങ്ങനെ പള്ളികളിൽ മിമ്പറിൽ നിന്ന് നമ്മുടെ ഉസ്താദുമാർ സലാം പറഞ്ഞ് യാത്രയാക്കുന്ന ഒരു നിമിഷമുണ്ട്. കണ്ണ് നിറഞ്ഞു പോകും. ആ കണ്ണ് നിറയുന്നത് എന്തുകൊണ്ടാ കണ്ണ് നിറയുന്നത്? അത്രക്കും സ്നേഹിച്ചു പോയി അതിഥിയെ, നാം അത്രക്കും സ്നേഹിച്ചു പോയി. അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. വിശുദ്ധമായ റമളാൻ നമുക്ക് സാക്ഷിയായി, അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഈ മാസത്തിൽ ഒരുപാട് ആളുകൾ നമ്മെ വിട്ട് പിരിഞ്ഞുപോയി.
ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മളിലേക്ക് വരുന്നത് വിശുദ്ധമായ ഈദുൽ ഫിത്തറാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, എൻ്റെ പെട്ട യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു മാസത്തോളം, ഈ ഒരു മാസക്കാലം നാം ചെയ്തു കൂട്ടിയ ഇബാദത്തുകളും അമലുകൾ ഈ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ ബാത്തിലാക്കി കളയല്ലേ എന്നുള്ളതാണ്. പെരുന്നാൾ അങ്ങോട്ടായാൽ നാം തോന്നിയതുപോലെ നടക്കുന്നൊരവസ്ഥ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാവാൻ പാടില്ല. നാം മുസ്ലിമീങ്ങളാണ്. നമുക്കൊരു ചിട്ടയുണ്ട്, നമുക്കൊരു നിബന്ധനയുണ്ട്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച റബ്ബ് നമുക്ക് തന്ന, നമുക്ക് ഡയറി കുറിപ്പ് തന്നിട്ടുണ്ട്. അതോടുകൂടെയാണ് നാം ജീവിക്കേണ്ടത്. തോന്നിയതുപോലെ ജീവിക്കാനുള്ളതല്ല നമ്മുടെ മതം. അതുകൊണ്ട് വിശുദ്ധമായ റമദാനിൻ്റെ പോരിശായി ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ കളഞ്ഞ് കുട്ടിച്ചോറാക്കരുത് കേട്ടോ. അതാണ് എനിക്കെൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്. ഈ വിശുദ്ധമായ ഈദുൽ ഫിത്തറിൽ, എന്താണ് ഈദുൽ ഫിത്തർ? എന്തിനാണ് ഈദുൽ ഫിത്തർ? നാമൊക്കെ നിസ്കരിക്കുന്നവരാണ്. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ചിലപ്പോൾ മറവി സംഭവിക്കാറുണ്ട് കേട്ടോ, അല്ലേ? മറവി സംഭവിക്കാറുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുക? സഹവിൻ്റെ സുജൂദ് ചെയ്യും. മറവി സംഭവിച്ചാൽ സഹവിൻ്റെ സുജൂദ് കൊണ്ട് അത് നമുക്ക് പരിഹരിക്കപ്പെടും, ആ നിസ്കാരത്തിൽ തെറ്റുകൾ. അതുപോലെ നോമ്പിൽ വരുന്ന കുറവുകളും കുറ്റങ്ങളും കുറവുകളും പരിഹരിക്കാനുള്ളതാണ് സക്കാത്തുൽ ഫിത്തർ. നോമ്പിൽ വരുന്ന കുറവുകൾ പരിഹരിക്കാനുള്ളതാണ് സക്കാത്തുൽ ഫിത്തർ. ഇന്നഹാ തഹാറത്തുൽ ലിസ്വാഇമി മിൻ ലഗ്വി വറഫ്സ്. നോമ്പുകാരനിൽ നിന്ന് സംഭവിക്കുന്ന അനാവശ്യമായ വാക്കുകൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ, ഇതുകൊണ്ട് എന്തെങ്കിലും നോമ്പിന് തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനുള്ളതാണ് സകാത്തുൽ ഫിത്തർ. ഇന്ന സൗമ റമദാന മഅല്ലക്കും ബൈന സ്സമാഇ വൽ അർദ് ലാ യർഫഉ ലാ ബിസകാത്തിൽ ഫിത്തർ. റമദാൻ നോമ്പ് ആകാശഭൂമികൾക്കിടയിൽ ബന്ധിക്കപ്പെടുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? റമദാൻ നോമ്പ് എന്താണ്? ആകാശഭൂമികൾക്കിടയിൽ ബന്ധിക്കപ്പെടുന്ന. ലാ യർഫഉ ഇല്ലാ ബിസകാത്തിൽ ഫിത്തർ. ഫിത്തർ സക്കാത്ത് കൊടുക്കലല്ലാതെ ഉയർത്തപ്പെടുകയില്ല. ലാ യർഫഉ ഉയർത്തപ്പെടില്ല. ഇല്ലാ ബിസകാത്തിൽ ഫിത്തർ, സക്കാത്തുൽ ഫിത്തർ കൊടുക്കാതല്ലാതെ അത് ഉയർത്തപ്പെടുകയില്ല എന്ന് ഭൂമി ലോകത്ത് നിന്ന്. മനസ്സിലാവുന്നുണ്ടല്ലോ? ലാ യർഫഉ ലാ ബിസകാത്തിൽ ഫിത്തർ. റമദാൻ നോമ്പ് ആകാശഭൂമികൾക്കിടയിൽ ബന്ധിക്കപ്പെടുന്നതാണ്. ലാ യർഫഉ ഇല്ലാ ബിസകാത്തിൽ ഫിത്തർ. ആ സകാത്തുൽ ഫിത്തർ കൊടുക്കാതല്ലാതെ അതെന്താവൂല, ഉയർത്തപ്പെടുകയില്ല എന്നാണ്. ഇനായത്തും നുവക്കിഫു തമാമി സവാബിഹി ഇല്ലാ ബിഹാ. എന്താണ്? ഫിത്തർ സക്കാത്ത് കൊടുക്കലല്ലാതെ നോമ്പിൻ്റെ പരിപൂർണ പ്രതിഫലം ലഭിക്കുകയും ഇല്ല. പ്രതിഫലം കിട്ടും, പരിപൂർണമായിട്ടുള്ള പ്രതിഫലം കിട്ടണമെങ്കിൽ എന്തായിരിക്കണം? ഫിത്തർ സക്കാത്ത് കൊടുത്തേ പറ്റും. അതിൻ്റെ കണക്കൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. എന്ത് കൊടുക്കണം അല്ലേ, എന്താണ് കൊടുക്കേണ്ടത്? ഇപ്പോൾ ഷാഫി മദ്ഹബ് പ്രകാരം എന്താ കൊടുക്കൽ, ഹനഫി മദ്ഹബ് പ്രകാരം എന്താണ് സക്കാത്ത് കൊടുക്കൽ, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. എപ്പോഴാണ് ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത്? ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടപ്പോഴാണ് ശവ്വാൽ മാസപ്പിറവി കാണുന്നതോടുകൂടിയാണ് അത് നിർബന്ധമാകുന്നത്. നമുക്ക് ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് ശവ്വാൽ മാസപ്പിറവി കാണുന്നതോടുകൂടെയാണ്. അങ്ങനെ റമദാനിൽ ആദ്യം മുതൽ കൊടുക്കാമെങ്കിലും നിബന്ധന എന്ന് വെച്ചാൽ ശവ്വാൽ മാസപ്പിറവി കാണുന്ന സമയത്ത് അന്ന് മുമ്പ് കൊടുത്ത ആള് കൊടുക്കാനും വാങ്ങിയ ആള് വാങ്ങാനും അർഹരായി
നിലകൊള്ളണം, അർഹനായ നിലകൊള്ളണം എന്നതാണ്. അതിന് പറ്റുന്ന ആളായിരിക്കണം. ശരിക്കും അത് നിർബന്ധമാകുന്നത് ശവ്വാൽ മാസപ്പിറവി കാണുന്നതോടുകൂടെയാണ്. പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായി കൊടുക്കലാണ് ഏറ്റവും സുന്നത്ത്. ഫിത്ർ സക്കാത്ത് കൊടുക്കൽ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പ് കൊടുക്കലാണ്. യുസന്നു ഖബല സ്വലാത്തുൽ ഈദി, യുസന്നു ഖബല സ്വലാത്തുൽ ഈദി, പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പ് കൊടുക്കലാണ് സുന്നത്ത്. മനസ്സിലായില്ലേ? പിന്നെന്താണ്? അംറും ബിസ്സകാത്തിൽ ഫിത്ർ തുഅദ്ദു ഖബലൽ ഖുറൂജിൻ നാസി ഇലൽ സ്വലാ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സകാത്തുൽ ഫിത്ർ ജനങ്ങൾ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെടുന്ന മുമ്പായി കൊടുത്തു വീട്ടാൻ കൽപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുണ്ട്. എന്ത്? നിസ്കാരത്തിന് പള്ളിയിലേക്ക് ജനങ്ങൾ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കൊടുത്തു വീട്ടാൻ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പ് കൊടുക്കലാണ് സുന്നത്ത്. റസൂലുള്ളാഹി അങ്ങനെ കാണിച്ചു തന്നിട്ടുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ഈ വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളോട് ഇത്രയേ ഉള്ളൂ നിങ്ങളോട് സംവദിക്കാനുള്ളത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും നിങ്ങൾ കേട്ടതൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ എന്താണ് കൊടുക്കേണ്ടത്, എത്ര കൊടുക്കണം, എന്താണ് മുദ്ദ് എത്രയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് കാണാം. എല്ലാവരും ഇത് കാണാം, എല്ലാവരിലേക്ക് എത്തിക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധമായ റമദാൻ 27 അർഹമുർ റഹീമീനായ അല്ലാഹു നാം എടുത്ത ഇബാദത്തുകളും ചെയ്ത അമലുകളൊക്കെ അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. 27 രാവ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന രാവ് നമ്മളിലേക്ക് കടന്നു വന്നു ഇൻഷാ അല്ലാഹ്. ആ രാവ്, ആ ലൈലത്തുൽ ഖദർ വന്നത് നമ്മളെല്ലാവരും അത് ഉൾക്കൊള്ളിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അല്ലാഹു തആല അത്ര ആളുകളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് ഇറങ്ങി വരുന്ന ആ രാവാണ് ലൈലത്തുൽ ഖദർ. അല്ലാഹു തആല ആ രാവിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മർ റഹീമീനായ അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത ഇബാദത്തുകളൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഞങ്ങൾ മഹാരഥന്മാർ, കൂട്ടുകുടുംബാദികളെല്ലാവർക്കും അല്ലാഹുവേ പുറത്തു കൊടുക്കണേ റഹ്മാനെ. റഹ്മർ റഹീമീനായ അല്ലാഹുവേ, രോഗമുള്ളവരുണ്ട്, രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ റഹ്മാനെ. ശുദ്ധമായ പവിത്രമായ റമദാനിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ചെയ്തു കൂട്ടിയ ഓരോ സൽക്കർമ്മങ്ങൾക്കും നല്ല പ്രതിഫലം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ നീ ഇസ്സത്ത് നൽകണേ റഹ്മാനെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവേ, അവരുടെ ദുആ നീ ഉദ്ദേശങ്ങളൊക്കെ നീ നിറവേറ്റണേ റഹ്മാനെ. അർഹമർ റഹീമീനായ അല്ലാഹുവേ, ഞങ്ങൾക്ക് ഒരുപാട് കാലം ഇതുപോലെ ക്ലാസ് എടുക്കാനും അത് കേൾക്കാനുമുള്ള അവസരം നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഇതുമായി സഹകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹു എല്ലാവിധ ഖൈറാത്തുകളും സകനാത്തുകളും നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക, എല്ലാവരിലേക്ക് എത്തിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ലൈവായിട്ട് വരണം, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുക എല്ലാവരും. എനിക്കും കുടുംബത്തിനൊക്കെ വേണ്ടി ദുആ ചെയ്യണം. എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.